മറ്റൊരു കവിതയാണ് സദാചാരതന്ത്രി. എല്ലാം ഒരു 20 വർഷം, അതായത് 2015 മുമ്പ് എഴുതിയ കവിതകളാണ്. 15-20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കവിതയാണ്. ഇതിൻ്റെ പേര് സദാചാരതന്ത്രി. ഒരു തന്ത്രിയുടെ ലീലകൾ പത്രമാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ച നാളുകളിൽ വെളിച്ചം കണ്ടതാണ് ഈ കവിത. അതായത് ഒരു റെയ്ഡിൽ ഒരു സ്ത്രീയോടൊപ്പം തന്ത്രിയെ, ശബരിമല തന്ത്രിയെ കണ്ടെത്തുന്നു. അങ്ങനെ ആ കേസാകുന്നു. ആ കേസിൽ ആ ജഡ്ജി ഒരു ബ്രാഹ്മണനായിരുന്നു. ജഡ്ജി തന്നെ ഈ തന്ത്രിയോട് ചോദിച്ചു, ഗണപതി ഹോമത്തിന്റെ മന്ത്രം എന്താണെന്ന് ചോദിച്ചു. അയാൾക്കറിയില്ലായിരുന്നു അതിൻ്റെ മന്ത്രം. അപ്പം ഇതാണ് നമ്മുടെ തന്ത്രിയുടെ നിലവാരം. അതാണ് ഇത്. അപ്പോൾ സന്നിധാനത്തിൽ ഈ സമയത്ത് ഞാൻ എഴുതിയ കവിതയാണ്. ജനകീയ കവിതാവേദിയിലെ വേദികളിൽ അന്ന് ഞാൻ അവതരിപ്പിച്ചിരുന്നു. സന്നിധാനത്തിൽ ഒരു അശരീരിയാണ്. ആ അശരീരി ഇങ്ങനാണ്: സന്ധ്യയ്ക്കു ശേഷം വിളിക്കുന്ന തന്ത്രിയെ സന്ധിപ്പതുണ്ടേ സദാനന്ദദായകി, സദാചാരമന്ത്രം പഠിപ്പിച്ചെടുത്തിട്ടു സദാനന്ദമെന്നുമേ ലോകത്തിനേകുവാൻ. അപ്പൊ തന്ത്രി എന്തിനാണ് മഹിളയുടെ ഫ്ലാറ്റിലേക്ക് പോയത്? അതായത് സദാനന്ദദായകി എന്ന് പറഞ്ഞ ഒരു മഹിളയാണ്, പേരല്ല. അവർ ആനന്ദം കൊടുക്കുകയാണ് അവരുടെ ജോലി. അപ്പൊ അവിടെ വെച്ച് ആണ് കണ്ടെത്തുന്നത്. അപ്പം ഈ അശരീരി ഇങ്ങനെയാണ്: സന്ധ്യയ്ക്ക് ശേഷം വിളിക്കുന്ന തന്ത്രിയെ സന്ധിപ്പതുണ്ടേ സദാനന്ദദായകി, സദാചാരമന്ത്രം പഠിപ്പിച്ചെടുത്തിട്ടു സദാനന്ദമെന്നുമേ ലോകത്തിനേകുവാൻ. ഈ അശരീരിയുടെ ഉറവിടം സ്വാമി അയ്യപ്പൻ അല്ലാതെ മറ്റാരുമല്ല എന്ന് തന്ത്രിക്ക് ബോധ്യമായി. മറ്റാരും ആയിരിക്കില്ല എന്നറിയാവുന്ന തന്ത്രി തൻ്റെ ഹൃദയത്തിൽ വളരെ നാളുകളായി ഒളിച്ചു വച്ചിരുന്ന ഒരു സംശയം, ആ രഹസ്യം ശ്രീകോവിലിന് നേരെ ദൃഷ്ടിയൂന്നി ഇങ്ങനെ മൊഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞു: സദാ വാഴുന്നതില്ലയോ വാമഭാഗത്തിലെ സതീ സാവിത്രി കാനനേയകയായി. മാളിയപ്പുറത്തമ്മയെ ഉദ്ദേശിച്ച സദാ വാഴുന്നതില്ലയോ വാമഭാഗത്തിലെ സതീ സാവിത്രി കാനനേയകയായി, വേദശാസ്ത്രങ്ങൾ പഠിച്ചൊരു അയ്യനും വാത്സ്യായനെന്നെ വണങ്ങാതിരിക്കുമോ? വേദശാസ്ത്രങ്ങൾ പഠിച്ചൊരു അയ്യനും വാത്സ്യായനെന്നെ വണങ്ങാതിരിക്കുമോ? ഭഗവാന്റെ നേരെ ചോദിക്കും, അയ്യപ്പന്റെ നേരെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഏകയായിട്ടല്ലേ? വല്ലപ്പോഴും വല്ലവരും കുറെ ആൾക്കാർ വന്നു പോകുമെന്നല്ലാതെ ബാക്കി സമയങ്ങളിലൊക്കെ തന്നെ ഇരിക്കുകയല്ലേ? അവിടെ മാളിയപ്പുറത്തമ്മയും തന്നെയല്ലേ? വാത്സ്യായന ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടില്ലേ? വേദം പഠിക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ടൊന്നും പോകാതിരിക്കുമോ എന്ന് തന്ത്രി ഭഗവാനോട് ചോദിച്ചു. ശ്രീ സ്വാമി അയ്യപ്പൻ ഓർത്തു, ഇയാൾ എന്നെ ശരിക്കും ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതിൽ എന്താണ് ഇത്ര പുതുമ? യുഗങ്ങളായി ഇത് തന്നെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. തങ്ങളുടെ ഇഷ്ടദേവന്റെ നേർക്കെറിഞ്ഞ ദുസൂചന നിറഞ്ഞ ജൽപ്പനം കേട്ട് ഭക്തജനം സർക്കാരിന് ഇങ്ങനെ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാതെ ശ്രീ സ്വാമി അയ്യപ്പൻ ഓർത്തു, ഇയാൾ എന്നെ ശരിക്കും ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതിൽ എന്താണ് ഇത്ര പുതുമ? യുഗങ്ങളായി ഇത് തന്നെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. തങ്ങളുടെ ഇഷ്ടദേവന്റെ നേർക്കെറിഞ്ഞ് ദുസൂചന നിറഞ്ഞ ജൽപ്പനം കേട്ട ഭക്തജനം സർക്കാരിന് ഇങ്ങനെ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടം എങ്ങനെയാണ്? മന്ത്രിമാർ വാനിൽ പറക്കുന്ന കാലവും തന്ത്രിമാർ ഫ്ലാറ്റിൽ പഠിക്കുന്ന കാലവും, മന്ത്രിമാർ വാനിൽ പറക്കുന്ന കാലവും, പ്ലെയിനിൽ പറക്കുന്ന കാലവും, തന്ത്രിമാർ ഫ്ലാറ്റിൽ പഠിക്കുന്ന കാലവും, നയതന്ത്രമന്ത്രപ്രകാരം നടക്കണം, നിയമങ്ങളൊന്നും വലിക്കാതെ പോകണം. നയതന്ത്രപ്രകാരമായിരിക്കണം അവരെ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് കേസുകൾ, നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. അതായത് ഇന്ത്യൻ എംബസി അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അമേരിക്കക്കാരന്, അമേരിക്കൻ പോലീസിന് അവർക്ക് യാതൊരു അധികാരവും അവിടെ ഇല്ല. അമേരിക്കയുടെ എംബസി ഇന്ത്യയിലുണ്ടെങ്കിൽ അവിടെയും ഇല്ല. എല്ലാ എംബസികളും ആ രാജ്യത്തിൻ്റെ സ്വതന്ത്ര സ്ഥലമാണ്. അവിടെ
അവർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നാണ്. അതുപോലെ നയതന്ത്രമന്ത്ര പ്രകാരം ആയിരിക്കണം മന്ത്രിക്കും തന്ത്രിക്കും ഒരു നിയമങ്ങൾ അവരെ ബാധിക്കാൻ പാടില്ല. പിന്നെ വീണ്ടും പറയുകയാണ്, ജനം പറയുകയാണ്, പള്ളിക്കുമേലുള്ള കവചം കണക്കെ സ്പർശിക്ക പാടില്ല മന്ത്രിമാർ മേലിലും. പള്ളിക്കുമേലുള്ള കവചം കണക്കെ, 2 പള്ളിക്കും കവചമുണ്ട്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആയുധ സന്നാഹങ്ങളൊക്കെ എവിടെയാണ്? പള്ളിക്കുമേലുള്ള കവചം കണക്കെ സ്പർശിക്ക പാടില്ല മന്ത്രിമാർ മേലിലും. സ്പർശനമെന്നും ആനന്ദമേകീടണം, തന്ത്രിക്കുമെന്നും ഔവണ്ണമായിടണം. ഒരു ശകലം നറേറ്റീവ് ഉണ്ട്, അതുകൂടെ വായിച്ചിട്ട് ഞാൻ ഈ കവിത സമാപിക്കുകയാണ്. മനസ്സിനെ മെരുക്കിയെടുക്കുവാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ്, ഷോർട്ട് കട്ടായിട്ടാണ് തന്ത്രം ശ്രീ ആദിശങ്കരാചാര്യർ ആവിഷ്കരിച്ചത്. കേരളത്തിൽ താന്ത്രിക പൂജ വിധിച്ചത് അദ്ദേഹമാണ്. മനസ്സിന്റെ ഏകാഗ്രതയ്ക്കുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് അത്. പിൽക്കാലത്ത് ഇത് ഏറ്റവും വലിയ ചൂഷണോപാധിയായി മാറി. തന്ത്രം അറിയുന്നവനാണ് തന്ത്രി. ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രം പോലും ഈ തന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്ന് വ്യക്തമായിരുന്നല്ലോ. മന്ത്രങ്ങൾ പ്രത്യേക ഊർജ തരംഗങ്ങളാണ്. മന്ത്രത്തിന്റെ ഊർജ തരംഗങ്ങൾ അതുച്ചരിക്കുന്ന ആളിന്റെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന സ്പന്ദനങ്ങൾ അയാളുടെ അറിവിന്റെ തലത്തെ സമ്പുഷ്ടമാക്കും. ഈ അറിവെ പ്രകൃതിയുമായി സമരസപ്പെടുവാൻ സഹായിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള തന്ത്രം. നമസ്കാരം.